നമസ്കാരം. മലയാളത്തിലെ ദൃശ്യമാധ്യമങ്ങളും അച്ചടി മാധ്യമങ്ങളുമൊക്കെ ഉറഞ്ഞു തുള്ളുകയാണ്. അനധികൃതമായി US-ൽ കുടിയേറിയവരെ പട്ടാള വിമാനത്തിൽ കൈകാലുകൾ ബന്ധിച്ച് നാടുകടത്തിയതിനെക്കുറിച്ചാണ് ഈ ഉറഞ്ഞുതുള്ളൽ. മലയാള മനോരമ ദിനപത്രത്തിൻ്റെ മുൻ പേജിൽ തന്നെ ചങ്ങലയിട്ട് നടന്നു പോകുന്ന കുറേ കാലുകളുടെ ചിത്രമാണ്. ചങ്ങലയിട്ട ഭ്രാന്ത് എന്നുള്ള അടിക്കുറിപ്പുമുണ്ട്. ഇതിലെന്താണ് തെറ്റ്? പലരും 50 ലക്ഷവും 1 കോടിയുമൊക്കെ ഇടനിലക്കാർക്ക് കൊടുത്ത് അനധികൃതമായിട്ടാണ് അമേരിക്കയിലേക്ക് കടന്നിട്ടുള്ളത്. കാട്ടിലൂടെയും മറ്റുമുള്ള അപകടം നിറഞ്ഞ യാത്രക്കിടയിൽ എത്രയോ പേർ മരണപ്പെട്ടു. അപ്പോൾ ആഡംബര ജീവിതം മോഹിച്ച് തന്നെയാണ് അമേരിക്കയിലേക്ക് അനധികൃതമായി ഇവരൊക്കെ പോയത്. ഈ 50 ലക്ഷവും 1 കോടിയുമൊക്കെ ഉള്ളവന് ഈ നാട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചാൽ പോരെ? മാധ്യമങ്ങളിലെ അന്തിച്ചർച്ചകളിൽ അഭിലാഷ് മോഹനെ പോലെയുള്ളവർ പറയുന്നത് വസ്തുവിറ്റും കടം വാങ്ങിയുമൊക്കെയാണ് ഈ പാവങ്ങൾ അമേരിക്കയിലേക്ക് പോയത് എന്നാണ്. വസ്തുവിറ്റും കടം വാങ്ങിയുമൊക്കെ ഇവരോട് അനധികൃതമായി അന്യരാജ്യത്തേക്ക് കുടിയേറാൻ ആരെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. ഏതൊരു രാജ്യത്തും അനധികൃതമായി കടക്കുന്നത് നിയമവിരുദ്ധം തന്നെയാണ്. അക്കാര്യം ഇവർക്കൊക്കെ നന്നായി അറിയുകയും ചെയ്യാം. ലക്ഷക്കണക്കിന് രൂപ മനുഷ്യക്കടത്തുകാർക്ക് കൊടുത്തിട്ടാണ് ബ്രസീലിലെയും കൊളംബിയയിലെയും കടലുകൾ വഴി മെക്സിക്കോയിലേക്കും മെക്സിക്കോയിൽ നിന്ന് ഉൾക്കാടുകളിലൂടെ 60-70 കിലോമീറ്ററുകൾ ജീവൻ പണയം വെച്ച് സഞ്ചരിച്ച് അമേരിക്കയിലേക്കും നുഴഞ്ഞു കയറിയിട്ടുള്ളത്. ഒരു രാജ്യത്ത് യുദ്ധമോ മറ്റോ ഉണ്ടാകുമ്പോൾ അഭയാർത്ഥികളായി മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നത് മനസ്സിലാക്കാം. ഇതങ്ങനെയല്ലല്ലോ. പഠിച്ച് യോഗ്യതയുള്ള ജോലി നേടി അമേരിക്കയിൽ പോയി സുരക്ഷിതരായി അവിടെ കഴിയുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുണ്ട്. അവരൊക്കെ ഇപ്പോഴും അവിടെ സുരക്ഷിതരായി ജോലി ചെയ്യുകയാണ്. ഈ അനധികൃത കുടിയേറ്റക്കാരെ ലക്ഷക്കണക്കിന് രൂപ വാങ്ങി അമേരിക്കയിലേക്ക് കടത്തിയ അന്താരാഷ്ട്ര കുറ്റവാളികൾ ഇതിനകം തന്നെ പിടിയിലായിട്ടുണ്ട്. ലോകത്തെ മിക്ക രാജ്യങ്ങളിൽ നിന്നും ഇത്തരത്തിൽ മെക്സിക്കോ വഴി അമേരിക്കയിലേക്ക് മനുഷ്യക്കടത്ത് നടത്തുന്നുണ്ട്. കൊളംബിയയും ബ്രസീലും ഇന്ത്യയെപ്പോലെയല്ല ഈ വിഷയത്തിൽ പ്രതികരിച്ചതെന്നാണ് മലയാള മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒക്കെ പറയുന്നത്. ഈ പൊട്ടന്മാർ മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്. കൊളംബിയയുമായും ബ്രസീലുമായും ഒക്കെ ഈ വിഷയത്തിൽ അമേരിക്ക ഇടഞ്ഞു നിൽക്കുകയാണ്. അത് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പരിണിത ഫലമാണ് അമേരിക്ക മെക്സിക്കോയ്ക്ക് ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിയതും ഇതിനെ തുടർന്ന് മെക്സിക്കോയും കൊളംബിയയും US സൈനിക വിമാനത്തിന് എയർ സ്പേസിൽ പ്രവേശനം നിഷേധിച്ചതുമെല്ലാം. -40 ഡിഗ്രി താപനിലയിൽ ജീവൻ പോലും പണയം വെച്ചും യാത്ര ചെയ്തവരായതുകൊണ്ട് തന്നെ അസാധാരണ സ്വഭാവം പ്രകടിപ്പിക്കുന്ന വ്യക്തികളെന്നത് കൊണ്ടാണ് ഈ അനധികൃത കുടിയേറ്റക്കാരെ വിലങ്ങ് വയ്ക്കാൻ നിർബന്ധിതരായിട്ടുള്ളത് അധികൃതർ. ലക്ഷങ്ങളും കോടികളും മുടക്കി സ്വന്തം ജീവൻ പണയം വെച്ച് പലതും സ്വപ്നം കണ്ട് കുടിയേറിയവർ പെട്ടെന്നൊരു ദിവസം അതെല്ലാം നഷ്ടപ്പെട്ടെന്നറിയുമ്പോൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? തീർച്ചയായും പലരും നിയന്ത്രണം വിട്ട് പെരുമാറിയേക്കാം. സൈനിക വിമാനത്തിൽ നാടുകടത്തപ്പെടുമ്പോൾ ഇത്തരത്തിൽ നിയന്ത്രണം വിട്ട് പെരുമാറുകയോ അക്രമാസക്തരാകുകയോ ചെയ്താൽ അത് മറ്റുള്ളവരുടെ ജീവൻ കൂടി അപകടത്തിലാക്കുകയും ചെയ്യും. ഇനി ഒരു കാര്യം കൂടി. ലക്ഷദ്വീപിലൂടെയോ മറ്റോ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലുമൊക്കെയുള്ള അനധികൃത കുടിയേറ്റക്കാരെ ഇടനിലക്കാർ പണം വാങ്ങി നമ്മുടെ രാജ്യത്തേക്ക് കടത്തിയാൽ ഇന്ത്യൻ ഗവൺമെൻറ് എങ്ങനെയായിരിക്കും ഇവരുടെ കാര്യത്തിൽ പ്രതികരിക്കേണ്ടത്? ഇപ്പോൾ ധീരമായി കരയുന്ന കോൺഗ്രസും ഒരു വിഭാഗം മാധ്യമ പ്രവർത്തകരുമൊക്കെ ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് എടുക്കുക? തീർച്ചയായും രാജ്യത്തെ മറന്ന് അവർ രാജ്യസുരക്ഷയ്ക്ക് പോലും ഭീഷണിയാകുന്ന അനധികൃത കുടിയേറ്റക്കാരോടൊപ്പം നിൽക്കും. അതാണല്ലോ അവരുടെ നിലപാടിപ്പോഴും. 50 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ നൽകിക്കൊണ്ടാണ് ഇവർ അമേരിക്കയിലേക്ക് നുഴഞ്ഞു കയറുന്നത്. അറിഞ്ഞുകൊണ്ട് ഇവർ ഒരു കുറ്റം ചെയ്യുകയായിരുന്നു. നമ്മുടെ രാജ്യത്തെ പൗരത്വം വലിച്ചെറിഞ്ഞ് അനധികൃതമായി തങ്ങളുടെ രാജ്യത്തേക്ക് കുടിയേറിയവരോട് നിയമാനുസൃതമായി അവിടെ എത്തി മാനമര്യാദയ്ക്ക് ജോലി ചെയ്യുന്നവരോട് പെരുമാറുന്നത് പോലെ പെരുമാറണമെന്ന് ഇവരൊക്കെ പറയുന്നത് എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ്? യഥാർത്ഥത്തിൽ ഇവർ അപമാനിച്ചിരിക്കുന്നത് ഇന്ത്യയാണ്. നാടുകടത്തപ്പെട്ട ഇവർക്കെതിരെ ഇന്ത്യൻ ഗവൺമെൻറ് നടപടിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ വീരപരിവേഷം നൽകി ആദരിക്കുകയല്ല. രാജ്യമെന്തെന്നോ രാജ്യത്തെ നിയമം എന്തെന്നോ അറിയാതെ പാർട്ടി പത്രവും വിഴുങ്ങി മണ്ടന്മാരായ നേതാക്കൾ പറയുന്നത് അതേപടി വാരിത്തിന്ന് കടത്തിണ്ണയിൽ കുത്തിയിരിക്കുന്നവർക്ക് ഇതൊന്നും മനസ്സിലായില്ല. ഇവരൊക്കെ അനധികൃതമായി ഇന്ത്യയിൽ നുഴഞ്ഞുകയറിയിരിക്കുന്ന ബംഗ്ലാദേശിൽ നിന്നുൾപ്പെടെയുള്ളവർക്കൊപ്പം നിൽക്കും എന്ന കാര്യം ഉറപ്പാണ്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്. വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.